നീ കൃപയും കരുണയും ദീർഘക്ഷമയുമുള്ള ദൈവമായ അനർത്ഥത്തെക്കുറിച്ച് അനുഗമിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആരാ പറഞ്ഞേ? യോനാ പ്രവാചകൻ. പറയാനുള്ള കാര്യം എന്താ? നിനവയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ, നിനവയിൽ നടക്കുന്ന സകല അനർത്ഥത്തെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും പ്രസംഗിക്കുവാൻ യോനാ പ്രവാചകനെ ആ ദേശത്തേക്ക് അയച്ചു. പക്ഷെ അവിടെ പോകാതെ, നിനവയിലേക്ക് പോകാതെ തർസോസിലേക്ക് പോയി. പക്ഷെ പകുതിക്കിട്ട് ദൈവം തിരിച്ചു മടക്കിക്കൊണ്ടുവന്ന് താൻ ദൈവം പറഞ്ഞതുപോലെ താൻ പോയി പ്രസംഗിച്ചു. പക്ഷേ ആ ദേശത്തിലെ ജനം മാനസാന്തരപ്പെട്ട് രട്ടെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ അനർത്ഥം ആ ദേശത്ത് വരുത്തിയില്ല. ദൈവം ആ ദേശത്ത് ചെയ്യുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. ഹല്ലേലൂയ. അപ്പോഴാണ് യോനാ പ്രവാചകൻ പറയുന്നത്, എനിക്കറിയാം നിന്റെ സ്വഭാവം ഇന്നതാണ്, നീ ഇന്നതും ഒക്കെ ചെയ്യും, നീ അവരെ തകർക്കും, ആ ദേശത്തെ ഇല്ലാതെയാക്കും എന്നൊക്കെ നീ പറഞ്ഞാലും നീ സ്നേഹമുള്ള ദൈവമാണ്. നിന്റെ മുന്നിൽ ആരെങ്കിലും അനുതപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ, താഴ്ന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, അപ്പ എന്നെ വിടുവിക്കണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, എന്നെ ഒന്ന് വഴി നടത്തണമേ എന്ന് നിന്റെ മുന്നിൽ വന്ന് കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേട്ട് അനുതപിക്കുന്ന ദൈവമാ നീ. അതെനിക്ക് നന്നായി അറിയാം. നീ അനുതപിക്കുന്ന ദൈവമാ. അതെനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാ ഞാൻ നിനവയിലേക്ക് പോകാതെ തർസോസിലേക്ക് പോയേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെക്കുറിച്ച് ഉള്ള യഥാർത്ഥമായ വിവരം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് ഇന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അത് ദൈവം അറിഞ്ഞവനെ കഴിയത്തുള്ളൂ. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരുവനെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് സർവശക്തനായ ദൈവം പറയുന്നത് ഇങ്ങനാണ്: ദാവീദ് എനിക്ക് ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ. ദാവീദിനെ കുറിച്ച് സർവശക്തനായ ദൈവം പറയുന്നത് ഇങ്ങനാണ്: ദാവീദ് എനിക്ക് ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? ഇത്